അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ക്യാരറ്റ് കൊണ്ട് ഒരു സ്പെഷ്യൽ പുളിഞ്ചി തയ്യാറാക്കിയാലോ. അപ്പോൾ പുളിഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു കിടിലൻ ടേസ്റ്റിൽ ക്യാരറ്റ് പുളിഞ്ചി തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇത്രയൊന്നും എടുക്കില്ല കേട്ടോ, നമ്മൾ ചെറിയൊരു പീസ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ കുറേ മെമ്പേഴ്സൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാം. ഇപ്പം ഞാനിതാ 2 എടുത്ത് കാണിക്കുന്നത്. ഇതിൽ ഞാനൊരു ചെറിയൊരു പീസ് മാത്രമാണ് എടുക്കുന്നത്. അതുപോലെ ഇതാ വലിയൊരുണ്ട പുളി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പുളിയൊക്കെ ഒന്ന് കുതിർത്ത് വയ്ക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ അതാ പുളി ഇതാ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് നോർമൽ വാട്ടർ ആഡ് ചെയ്താൽ കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പുളി പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുതിരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പണികളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ പുളിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതവിടെ കുറച്ച് ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട്. 2 വലിയ ഇഞ്ചി പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കാന്താരി മുളക് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ക്യാരറ്റ് ഇതാ നന്നാക്കി എടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ഈ പുളിഞ്ചിയിൽ ഓവറായിട്ട് നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ചെറിയൊരു പീസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഇത്രയും കഷ്ണം മാത്രമാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇത് നല്ല തോലൊക്കെ ചിരണ്ടി എടുക്കാനാണ്. വളരെ ചെറിയ പീസാക്കിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത്രയും ചെറിയ പീസാക്കിയാൽ മതി. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാനിതാ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചതച്ചെടുത്ത കാന്താരി മുളകാണ്. അതിനുശേഷം നമ്മളിതാ വെള്ളത്തിൽ പുളി കുതിർത്താൻ വെച്ചിരുന്നു, അത് നന്നാക്കി പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ കൈ കൊണ്ട് നന്നാക്കി ഞരടിയിട്ട് ഇത് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പുളിയിൽ കുരു വളരെ കുറവാണ്. അപ്പോൾ ഈ ചണ്ടിയൊക്കെ വീഴാണ്ടിരിക്കാൻ നമുക്കിത് അങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുത്താൽ മതി. അപ്പോൾ വേസ്റ്റൊന്നും ഇല്ലാണ്ട് നമുക്ക് നന്നാക്കി ഇതുപോലെ തരിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് തരിപ്പ് വെച്ചിട്ട് തരിച്ചെടുത്താലും മതി. അപ്പോൾ പുളിയിലെ ആ സത്ത് പോകുന്ന വരെ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നന്നാക്കി. ഓക്കെ, ഇത്രയും മതി. ഇനി നമ്മൾ കുറച്ച് പൊടികൾ ആഡ് ചെയ്യാണ്. ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. ഇപ്പോൾ ഞാനിതിലേക്ക് സാധാ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ആവശ്യമുണ്ടെങ്കിൽ വളരെ ഒരു പിഞ്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഗ്യാസ് എത്തിച്ചിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നാക്കി കുറുക്കിയെടുക്കാം. ഇനി നമ്മൾ ഈ ഇഞ്ചി ഒന്ന് നന്നാക്കി ചതച്ചെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് അതാ ഞാനൊരു കുത്തുരലിലേക്കാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നാക്കി ചതച്ചെടുക്കട്ടോ. അപ്പോൾ ഫുള്ള് ചതച്ചതിന് ശേഷം നമുക്കത് അതിൻ്റെ നീര് ഇങ്ങനെ പിഴിഞ്ഞെടുക്കട്ടോ. അതിനുശേഷം അതിൻ്റെ ചണ്ടി മാത്രം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂണ് ഉലുവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/4 സ്പൂണ് നല്ല ജീരകമാണ്. ഇനി നമ്മളിത് മൊത്തത്തിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോഴേക്കും നമ്മുടെ പുളിയിഞ്ചി കുറുകി ഒന്ന് സെറ്റായിട്ടുണ്ട്. അടി ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1.5 അണി ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശർക്കര ഞാനൊന്ന് പൊടിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുളിയിഞ്ചി ഒന്നും കൂടെ കുറുകി സെറ്റാവാനുണ്ട്. അപ്പോൾ നമ്മളൊരു മീഡിയത്തിൽ ഇട്ടിട്ടാണ് ഇത് കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ അടുപ്പത്ത് നമ്മൾ ഇഞ്ചിയാണ് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കാൻ പോവാണ്. നല്ല ഡ്രൈ ആയതിന് ശേഷം നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ചെറിയൊരു സ്പൂണിന് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇതൊരു 1/2
ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളിത് ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ് കേട്ടോ. അത് നന്നാക്കി വാഷ് ചെയ്ത് നമ്മൾ ഒരു തരിപ്പ വെച്ച് ഊറ്റിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അതുകൂടെ ഇതിൻ്റെ കൂടെ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ചെറിയൊരു സ്പൂണിന് 1 സ്പൂൺ അരി മാത്രമാണ് റോസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അരിയെല്ലാം ഇതവിടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നല്ല ജീരകവും ഉലുവയും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇഞ്ചിയും അരിയും എല്ലാം നന്നാക്കി റോസ്റ്റ് ചെയ്യാൻ വന്ന് അത് തണുത്തതിന് ശേഷം ഞാനിത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വളരെ നൈസാക്കിയിട്ട് പൊടിച്ചെടുക്കട്ടോ. അപ്പോൾ നല്ല നൈസാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പുളിയിഞ്ചിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ പുളിയിഞ്ചി ഒന്നും കൂടെ കുറുകി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 2 തണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഇറക്കി പോവാണ്. ഇനി നമ്മൾ പുളിയിഞ്ചിയിലേക്ക് നമ്മൾ വറവിട്ടെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ചു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ചെറിയുള്ളില്ല, അത് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ ഒരു നട്ട് പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇതും നമ്മൾ ഗോൾഡൻ കളർ ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഗോൾഡൻ കളറായി ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല ചൂടാണ് കേട്ടോ, പെട്ടെന്ന് ഒഴിച്ചതാണ്. ഇനി നമ്മൾ ഇതിലെ ക്യാരറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണേ. അപ്പം നമ്മുടെ കിട്ടിലെ ടേസ്റ്റിലുള്ള ക്യാരറ്റ് പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ കിടിലെ ക്യാരറ്റ് പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്